ഇന്ത്യക്കാരുടെ ഒരു ഫേവറേറ്റ് എൻട്രി ലെവൽ ഹാച്ച് ബാക്കാണ് നമ്മുടെ ടാറ്റയുടെ ടിയാഗോ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ട പോലെ തന്നെ ഇവർ പുതിയൊരു ടിയാഗോ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൊരു ടിയാഗോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 ലക്ഷത്തിന് മുകളിൽ യൂണിറ്റുകൾ ഇപ്പോൾ നമ്മുടെ റോഡിൽ അവൈലബിൾ ആണ് ഈ ഒരു വണ്ടി. അതിൽ ശരിക്കും പറഞ്ഞാൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് CNG ഇത്തവണ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, പെട്രോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ EV ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടുതലുള്ളത് ടാറ്റയുടെ ടിയാഗോ EV ആണ്. ഇതിന് മുമ്പിലത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ CNGയുടെയും പെട്രോളിൻ്റെ റിവ്യൂ കണ്ടിട്ട് കാണും. ഞാനത് ഡ്രൈവ് ചെയ്തിട്ടില്ല, ഇതിൽ ഏതാണ് ആദ്യമേ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എംബാർഗോ ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ടിയാഗോ EVനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 2 കൊല്ലമായെന്ന് പറയാൻ പറ്റും. 2 കൊല്ലമായിട്ട് ഞാൻ ടിയാഗോ EV ഇതിന് മുമ്പിലത്തെ മോഡൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിന് മുമ്പിലത്തെ മോഡൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-30,000 കിലോമീറ്റർ മുകളിൽ ഞാൻ റൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് വെഹിക്കിൾസിൽ ഒന്നായിരുന്നു പഴയൊരു ടിയാഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുതിയൊരു വേരിയൻറ്റ് വന്നപ്പം ഞാൻ സത്യം പറയട്ടെ, നമ്മൾ ആ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈലൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. കുറച്ചൊരു കോൺട്രവേഴ്ഷ്യൽ ഡിസൈൻ സ്റ്റൈലാണ്. എസ്പെഷ്യലി EV വരുമ്പം നമ്മുടെ മറ്റേ പെട്രോൾ ഡീസലിൻ്റെ ഫ്രണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ രസമുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ടാറ്റയ്ക്ക് എന്തിൻ്റെ സൂക്കേടാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കുറേയധികം അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപ പ്രൈസ്, അവരുടെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൽ നിന്ന് 1 ലക്ഷം രൂപ പ്രൈസ് കുറച്ചു. 6.99 lakhs ആണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇത് നമ്മുടെ 19.2 kWh ഉണ്ട്, അതുപോലെ തന്നെ 24 kWh ഉണ്ട്. 2 ബാറ്ററി പാക്കിൽ അവൈലബിൾ ആണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവർക്കിപ്പം ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ടാറ്റയുടെ EVയുടെ എല്ലാ ലൈനപ്പിനും ഇപ്പോൾ ലൈഫ് ടൈം വാറണ്ടി വരുന്നുണ്ട്. 19.2 kW അവർ കൊടുത്തിട്ടില്ല, പക്ഷേ 24 kWh അവർ കൊടുത്തിട്ടുണ്ട്. ആ ബാറ്ററി പാക്കുള്ള വേരിയൻ്റാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. ഇതിന് ഏകദേശം 215-220 കിലോമീറ്ററാണ് ടാറ്റ ക്ലെയിം ചെയ്യുന്ന C75 റേഞ്ച് എന്ന് പറയുന്നത്. ക്ലെയിംഡ് റേഞ്ച് ഏകദേശം 285. അത് നിങ്ങൾ വിശ്വസിക്കേണ്ട, നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് 200+ അഷ്യൂർഡ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതിപ്പോൾ ഒരു റോഡിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, തണലുള്ളതുകൊണ്ട് ഇവിടെ നിർത്തിയതാണ്. നിങ്ങൾ പേടിക്കേണ്ട, നല്ല അടിപൊളി ഒരു ഹൈവേയിലേക്ക് നമ്മൾ പോകുന്ന ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അതിലെ പോകുന്ന ഫ്ലൈറ്റുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തരും. അത് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഓഡിയോയും വീഡിയോ ഒക്കെ കുറച്ച് ക്വാളിറ്റി കുറവാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതൊരു നമുക്ക് പലർക്കും പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. EVക്ക് വിചാരിക്കുന്നത് റേഞ്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു 60 അല്ലെങ്കിൽ ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് എത്ര റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത്. നമുക്ക് റേഞ്ച് ടെസ്റ്റ് ചെയ്യാം, ബ്രേക്ക് ടെസ്റ്റ് ചെയ്യാം, ആക്സിലേഷൻ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈൽ നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് ഒരു കോൺട്രവേഴ്ഷ്യൽ ഡിസൈൻ സ്റ്റൈലാണിത്. വീഡിയോ എത്രമാത്രം ജസ്റ്റിസ് ചെയ്യുന്നതെന്ന് എനിക്കറിയണ്ട, പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ നേരിട്ട് കാണുമ്പം ഇത് കുറച്ചുകൂടെ രസമുണ്ട്. കുറേയധികം പുതിയ മറ്റേ പേസ്റ്റൽ കളറുകളെന്ന് പറയാൻ പറ്റുന്ന കുറേയധികം കളർ ഷെയ്ഡുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ജെൻസി കളർ നമുക്ക് തന്നെ പറയാൻ പറ്റും. ശരിക്കും ഇതിൻ്റെ ഒരു ഡിസൈനിങ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഐഫോണിൻ്റെ ഒരു ഡിസൈനിങ് പോലെ തോന്നും. അതായത് പണ്ട് കുറച്ചുകൂടി ഒരു കേർവി ആയിരുന്നല്ലോ, ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ഒരു സ്ക്വയറി സ്റ്റൈലിലേക്ക് ഇതിൻ്റെ ഒരു ഡിസൈനിങ് ത്രൂ ഔട്ട് മാറിയ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഫ്രണ്ട് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി LED വരുന്ന ഒരു പുതിയൊരു ഹെഡ്ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ സ്ലീക്കാണ്, പണ്ടത്തെ പോലെ അത്രയും ബൾക്കി അല്ല, കുറച്ചുകൂടെ സ്ലീക്ക് ഒരു സ്റ്റൈലാണ്. ഇവിടെയാണ് ഡേ ടൈം റണ്ണിങ് ലാംപ്സ് വരുന്നത്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഹെഡ്ലൈറ്റിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇലുമിനേഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെഡ്ലൈറ്റാണിത്. പിന്നെ താഴെ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഫോഗ് ലാംപ്സോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ നല്ലൊരു ക്ലാഡിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിലാണ് അവിടെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ പീസ് ബ്ലാക്ക് അടിച്ചിരുന്നെങ്കിൽ എങ്ങനെയുണ്ട്? ഞാനാണിപ്പോൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ പ്രിഫർ ദിസ് ഇൻ ബ്ലാക്ക്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് വളരെയധികം റോഡ് പ്രസൻസ് കിട്ടുന്നുണ്ട്. ഈ വണ്ടി ആൾക്കാർ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ട്. ഒരു പെപ്പി കളർ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ബോണറ്റിന് ചേഞ്ച് ഇല്ല. ഇവിടെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വന്നായിരുന്നു. ഇത് ശരിക്കും R14 ആണ് കേട്ടോ. കഴിഞ്ഞ തവണയിലുണ്ടായിരുന്ന 14 ഇഞ്ച് തന്നെയാണ് വരുന്നത്. 15 ഇഞ്ച് വരുന്നത് എനിക്ക് തോന്നുന്നു നോർമൽ ടിയാഗോയിൽ 15 ഇഞ്ച് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് 14 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതാണ് ഈ സൈഡിൽ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അത് മാറ്റമൊന്നുമില്ല, ഒരു സെയിം സെറ്റ് ഓഫ് വീൽസാണ്. ഡിസൈനിങ്ങിന് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ക്ലാഡിങ്ങിൻ്റെ ഒക്കെ കളറിൻ്റെ അകത്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് ഒരു ടിൻറ്റ് പോകുന്നുണ്ട്. ടാറ്റ EV എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഡോർ ഹാൻഡിലും ചെറിയൊരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിന് ശരിക്കും പറഞ്ഞാൽ ഒരു സ്യൂട്ടബിൾ ആയിട്ട് തന്നെയാണ് അത് വരുന്നത്. നമ്മൾ പണ്ട് കണ്ട ഒരു വലിയ മിറർ ക്യാപ്പ് വരുന്നുണ്ട്. അത്യാവശ്യം ഒരു തട്ടൊക്കെ കിട്ടിയ ഫോൾഡ് ആവുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, അതായത് സെഗ്മെൻറ്റിൽ തന്നെ ഫസ്റ്റായിട്ട് 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതും HD ക്യാമറകളാണ് വരുന്നത് കേട്ടോ. ചുമ്മാ ജസ്റ്റ് പേരിനുള്ള ക്യാമറ അല്ല, വളരെ ക്വാളിറ്റിയുള്ള സാധനമാണ്. ടാറ്റയുടെ ആ ഒരു 360 ക്യാമറ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറിയാണ്. നിങ്ങളിപ്പം വേറെ പല ബ്രാൻഡ്സിൻ്റെ ക്യാമറ ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഇവൻ്റെ ക്യാമറ ഒന്ന് എടുത്ത് നോക്കണം, അപ്പോൾ അറിയാൻ പറ്റും ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ചേഞ്ചസ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊന്ന് ബാക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഒരു ഷാർപ്പ് ഫിനിഷ്. പണ്ടത് കുറച്ചുകൂടി ഒരു റൗണ്ടി ആയിരുന്നെങ്കിൽ ഇത് വന്നപ്പോൾ കുറച്ചുകൂടി ഷാർപ്പ് ഫിനിഷ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഒരു ഡിഫറെൻറ്റ്
ടെയിലും തന്നെ നമുക്ക് പറയാൻ പറ്റും. അതാണ്ട് ഇവിടെ അതാണ്ട് LED ലൈറ്റ്സ് ത്രൂ ഔട്ട് പോകുന്നുണ്ട്. കണക്റ്റഡ് LED ആണ്. അതിലിപ്പോൾ അതിൻ്റെ ബിറോൾസൊക്കെ ആഡ് ചെയ്ത് തരും നിങ്ങൾക്ക്. ടിയാഗോ TV എന്നുള്ള ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാണ്ട് 405 ലിറ്റർ വരുന്നത്, എൻ്റെ ഊഹം തെറ്റിപ്പോട്ടനെ അഖിലിപ്പോൾ തിരുത്തി എഴുതും, 405 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്ന വലിയൊരു ബൂട്ടാണ് ടിയാഗോ EVക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ബാഗ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്. അതായത് നമ്മൾ EV മേടിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് താണ്ടെ ഇങ്ങനെ ഒരു നോർമൽ നമ്മുടെ വീട്ടിലത്തെ പവർ പ്ലഗിലൊക്കെ കുത്തിയിടാൻ പറ്റുന്ന ഈ ഒരു സാധനം ചാർജർ നമുക്ക് കിട്ടും. ഇതിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 6 തൊട്ട് 8 മണിക്കൂർ വരെ കണ്ടെടുക്കും ഫുൾ ചാർജ് കയറാനായിട്ട്. ഇനി ഇതല്ലെങ്കിൽ അവരൊരു 7.5 കിലോവാട്ടിൻ്റെ ഒരു സാധനം നമ്മുടെ വീട്ടിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. അത് ചില ബ്രാൻഡ്സ് ഫ്രീ ആണ്. ടിയാഗോ EVക്ക് ഫ്രീ ആണെന്ന് എനിക്കറിയില്ല, അതിന് ആഡഡ് പൈസ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അത് നിങ്ങളുടെ ഡീലറുമായിട്ട് സംസാരിക്കുക. അപ്പോൾ അത് വെക്കുമ്പോൾ നമുക്കൊരു 2-3 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവൻ്റെ അകത്ത് നമ്മൾ പഴയ ഒരു ചാർജിങ്ങിനേക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 30 കിലോവാട്ട് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏകദേശം 20% തൊട്ട് 80% വരെ ചാർജ് കയറാൻ 30 മിനിറ്റ് മാത്രം മതി. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു 18 മിനിറ്റ് കുത്തിയിടുവാണെങ്കിൽ ഏകദേശം 100 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് കയറും. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ ചേഞ്ചസ് വന്നേക്കുന്നത് ലൈഫ് ടൈമിലേക്കുള്ള ബാറ്ററി പാക്ക് കൊടുത്തിട്ടുണ്ട്. 24 കിലോവാട്ട് അവറും ഉണ്ട്, 19.2 ഉണ്ട്. 19.2 ഏകദേശം 150 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. അതായത് C75 റേഞ്ച്, റിയൽ വേൾഡ് റേഞ്ച്. മറ്റേതിന് ഏകദേശം 215 കിലോമീറ്ററാണ്. C75 ക്ലെയിംഡ് ഏകദേശം 285 ഉണ്ട്, പക്ഷേ അതല്ല, 215 കിട്ടുന്നതാണ് ടാറ്റ പറയുന്നത്. പിന്നെ നമ്മുടെ ഡോസ് ആണെങ്കിലും അനിൽ സൈഡിൽ വന്നൊന്ന് കാണിച്ചു കൊടുത്തിരി. അപ്പോൾ അതാണ്ട് ഏകദേശം 90 ഡിഗ്രിയോളം ഓപ്പൺ അപ്പ് ആവുന്നതാണ്. നമ്മൾ ഡോർ പാർട്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു ബ്ലൂ, ഒരു റീജൻ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതിലൂടെ ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. തൻ്റെ പണ്ടത്തേൻ്റെ അകത്ത് ഡോർ ഹാൻഡിൽസ് കൊള്ളത്തില്ലെന്ന കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. തൻ്റെ നല്ല രീതിയിൽ ഒരു ഗൺ മെറ്റൽ ഷെയ്ഡിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പുതിയ വിൻഡോ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ആംറസ്റ്റ് കണ്ടോ, ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും നമുക്ക് കൈയൊക്കെ റെസ്റ്റ് ചെയ്യുമ്പം ഈ ചേഞ്ചസ് ദ ഗെയിം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ രസം ഉണ്ടാവും. ത്രൂ ഔട്ട് കണ്ട് ഇവിടെ ഒരു കളർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾക്ക് കാണാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാവ്, അത്യാവശ്യം എന്താണ്ട് നിങ്ങൾ നല്ല തൈ സപ്പോർട്ട് തരുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഇവന് വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെയധികം തൻ്റെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് കാണാം. സോഫ്റ്റ് ടച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിൽ അഡ്ജസ്റ്റബിൾ അല്ല, ഇത് വേണമെങ്കിൽ അഡ്ജസ്റ്റബിൾ കൊടുക്കാമായിരുന്നു, പക്ഷേ നമ്മൾ പ്രൈസ് അവർ ഇത്തവണ വെച്ചിരിക്കുന്ന പ്രൈസ് കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടോ അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടുണ്ട്. ക്യാബിൻ സൈലൻ്റ് ആയിട്ടില്ല, അതിന് കാരണം ഗ്ലാസ് വന്ന് കിടക്കുകയാണ്. ഇവിടെ ഇത് അഡ്ജസ്റ്റബിൾ കൊടുത്തിട്ടില്ല, പക്ഷേ അത്യാവശ്യം നല്ല ഒരു സീറ്റിംഗ് പൊസിഷനാണ് അവിടെയും വരുന്നത്. നമുക്ക് ഇരിക്കുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ബാക്കിൽ താണ്ടെ 2 ഒരു AC വെൻസ് കൊടുത്തിട്ടുണ്ട്. സീറ്റിങ്ങിൻ്റെ ഒരു ഡിസൈനിങ് മാറി കേട്ടോ, അതുപോലെ തന്നെ മെറ്റീരിയൽ മാറിയിട്ടുണ്ട്. ഒരു കളർ ഷെയ്ഡും ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താണ്ടെ ഈ ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരുന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ താണ്ടെ ഓഫ് കോഴ്സ് കീലെസ് എൻട്രി ആണ്. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതാണ് ടാറ്റ എത്രമാത്രം ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ എത്രമാത്രം ഇമ്പ്രൂവൈസ്ഡ് ആയിട്ട് വരുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് കേട്ടോ. ഹാറ്റ്സ് ഓഫ് ടു ദിസ് പർട്ടിക്കുലർ തിങ്. അതായത് ഈ ഒരു ഡാഷ്ബോർഡും ഈ ഒരു ഇൻറ്റീരിയറിനും വലിയൊരു ഹാറ്റ്സ് ഓഫ് ഉണ്ട്. ഇതാട്ടോ എയർപോർട്ട്, നമ്മൾ ആ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ സൈഡിൽ തന്നെ എവിടെയാണ് ശിവാജിയുടെ ഒരു പ്രതിമയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ താണ്ട് ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലും കൂടെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു എൻട്രി ലെവൽ മോഡലാണ്. 6.99 ആണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. 24 ലോഞ്ച് ചെയ്തേക്കുന്നത് 9.69 9 something, അതായത് ഫുൾ ഓപ്ഷൻ 10 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് എക്സ്ഷോറൂം പ്രൈസ് വെച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ ഫുൾ ഓപ്ഷൻ. എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഇതിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുതിയതായിട്ട് റീഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഭയങ്കര രസമായിട്ടുണ്ട്. ടാറ്റ.EV എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പഴയ ഒരു ടാറ്റയുടെ എംബ്ലം അല്ല കൊടുത്തിരിക്കുന്നത്, അതും രസമുണ്ട്. പിന്നെ ഇതൊരു മാറ്റ് ഫിനിഷിലാണ് ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. നമ്മൾ ഹോൾഡ് ചെയ്യാനും നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല സുഖമുള്ളൊരു രീതിയിലാണ്. ഇതിൻ്റെ ഒരു ഡിസൈനിങ് എലമെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഡ്രൈവർ ഫോക്കസ്ഡ് ആണ്. അതൊരു റീഡിസൈനിങ് ത്രൂ ഔട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു സീറ്റിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തൈ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സീറ്റ്സ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് പോയിരിക്കുന്നത്. ഇവിടെയും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്. അതിൻ്റെ അകത്തൊരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് രണ്ടും വയർലെസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് തെറ്റാണ്, നിങ്ങൾ പലരും കമൻറ്റ് പറഞ്ഞായിരുന്നു. ഗുഡ് ജോബ് ഗൈസ്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ലോഞ്ചിൻ്റെ സമയമാകുമ്പോൾ കുറേ കാര്യങ്ങൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഡ്യുവൽ സ്റ്റോറേജ് സ്പേസ് വിത്ത് വയർലെസ് ചാർജിങ് എന്നാണ് പറഞ്ഞത്. അതിൽ ഒരെണ്ണത്തിലെ വയർലെസ് ചാർജിങ് ഉള്ളൂ. അവർ പറഞ്ഞത് ഇച്ചിരി സൂത്രത്തിൽ തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും അത് ഒരെണ്ണേ വരുന്നുള്ളൂ. പിന്നെ EVക്കകത്ത് വരുന്നില്ല. EVക്കകത്താണ് 65 വാട്ടിൻ്റെ ഇതുണ്ട്. നമ്മൾ കേബിൾ കുത്തിയിട്ടേക്കുന്നതിനാണ് 65 വാട്ട്. ഇതിൻ്റെ അടിയിൽ നിന്ന് കുത്താനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് ടാറ്റ ടച്ചിലേക്ക് പോയിട്ടില്ല. ദാറ്റ്സ് എ റിയലി ഗുഡ് തിങ്. സ്വിച്ചിൻ്റെ ഒക്കെ ക്വാളിറ്റി തണ്ട് നല്ല ഇതുണ്ടോ, നല്ല രീതിയിൽ ഇമ്പ്രൂവൈസ് ആയിട്ടുണ്ട്. ഇത് റീജൻ്റെ സ്വിച്ചസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു സാധനമാണ് ഇതിൻ്റെ 360 ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത്. എന്ത് രസമാണെന്ന് നോക്കി.
എന്ത് ക്വാളിറ്റിയാണെന്നൊക്കെ ജൂവിനെയൊക്കെ കാണാൻ നോക്കാം. ഇവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ട്. ഹായ് അല്ലി, ഇവിടെ ഇരിപ്പുണ്ട്. അവൻ്റെ ആ കുടയൊക്കെ കാണാം. എന്ത് ഭംഗിയായിട്ടാണ് അതിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നതൊക്കെ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പുതിയൊരു സിസ്റ്റമാണ്. ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിന് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആക്സലേഷൻ ബ്രേക്ക് ടെസ്റ്റും ഒക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് റേഞ്ച് ഇപ്പോൾ ഇത്രയും കുറവ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, ഞാനിപ്പോൾ റേഞ്ച് ടെസ്റ്റ് ചെയ്ത് കാണിച്ചാൽ ഇതിന് എത്രമാത്രം റേഞ്ച് കിട്ടുന്നുള്ളത്. അപ്പോൾ നമുക്കെങ്കിൽ ഡ്രൈവ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇവൻ്റെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ക്ലോസ്ഡ് വഴിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ശരിക്കും 2 വേരിയൻറ്റ്സ് ഇത്തവണ ടാറ്റ വന്നിട്ടുണ്ട്. ഒരു 19.2 kWh വരുന്നുണ്ട്. ആ ബാറ്ററി പാക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 6.99 മാത്രമേ ഉള്ളൂ എക്സ്ഷോറൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഐ ഡോണ്ട് വാണ്ട് ടു കമ്പയർ എനിവൺ, പക്ഷേ ഇതിലും പാക്കേജ് ഇല്ലാത്ത വണ്ടികളിൽ വെച്ച് പ്രൈസ് കുറച്ച് അതിൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടാണ് ഇവൻ ലോഞ്ച് ചെയ്തേക്കുന്നത്. രണ്ടാമത് വരുന്നതാണ് മറ്റേ നമ്മുടെ 24 kW ബാറ്ററി പാക്ക് വരുന്നത്. ഇതിന് 9.49 സംതിങ് 9.69 സംതിങ് ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 2 വേരിയൻസ് ഉണ്ട്. 10 ലക്ഷം രൂപ 9.99 സംതിങ്ങിന് നമുക്ക് ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് കിട്ടും. അപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് ആണ് ഈ പറഞ്ഞത്. പക്ഷേ EV ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ ഒത്തിരി അധികം മാറ്റങ്ങളൊന്നും വരാനില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ സജസ്റ്റ് 24ലേക്ക് പോവുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 19 ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ഒരു യൂസ് കേസ് പോലെ നോക്കുക. ഒരു 150 കിലോമീറ്ററൊക്കെ നമുക്ക് മാക്സിമം ഓട്ടം വരത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദ സ്മോളർ വൺ. ഇനി അത് കൂടുതൽ ഓട്ടം വരുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതിലേക്ക് പോവുക. പിന്നെ ഫാസ്റ്റ് ചാർജിങ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഏകദേശം 30 മിനിറ്റും കൊണ്ട് 20-80% വരെ ചാർജ് കയറിക്കോളും. ദാറ്റ്സ് ഓൾസോ എ ഗുഡ് തിങ്. പിന്നെ ഞാൻ ടാറ്റയുടെ അടുത്ത് ചോദിച്ചൊരു കേസുണ്ട്. അതായത് 5GB 40 kW സ്മാർട്ട് 40 എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് നമുക്ക് 12 ലക്ഷം രൂപയ്ക്ക് താഴെ 12 ലക്ഷം രൂപ അടുത്ത് ഓൺ റോഡിൽ നമുക്ക് കിട്ടും. ആ മോഡലും ഈ മോഡലും തമ്മിൽ എങ്ങാണ്ട് 1 ലക്ഷം രൂപയുടെ അടുത്ത് പോലും വ്യത്യാസമില്ല ഇതിൻ്റെ മറ്റേ 24 അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഫീച്ചർ ലോഡഡാണ്. ഇപ്പോൾ നിങ്ങൾ ഈ അകത്ത് കാണുന്ന പറഞ്ഞ പോലെ അതിലിപ്പോൾ കുറച്ച് ഷോർട്ട്സൊക്കെ ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര അധികം മോഡേണൈസ്ഡ് ഇൻറ്റീരിയറാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിന് മറ്റവൻ്റെ ഫുൾ ഓപ്ഷൻ കിട്ടുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സസ്പെൻഷനാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പറഞ്ഞ പോലെ തന്നെ ഇതാ ഞാൻ പറഞ്ഞ ക്ലോസ് റോഡാണ്. അപ്പോൾ ഞാൻ ഹെഡ് ഗിയർ മൗണ്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, പ്ലെയിനൊക്കെ കിടക്കുന്നുണ്ട് അവിടെ, കാണാൻ നിങ്ങൾക്ക്. ജൂബിനെ പ്ലെയിന് കാണിക്കാമെന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ട് വന്നു. പ്ലെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി വന്നു. അപ്പോൾ അതുകൊണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു സസ്പെൻഷനാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു സ്പോർട്സ് മോഡും ഉണ്ട്. സ്പോർട്സ് മോഡും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് അഗ്രസീവ് ആയിട്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ആണെങ്കിലും സ്ലോ സ്പീഡിൽ വളരെയധികം സ്മൂത്താണ്. നമ്മൾ ഹയർ സ്പീഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളൊരു 120 ലീഗൽ സ്പീഡാണ്. ആ ഒരു സ്പീഡിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോഴാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിലബിൾ ആണ്. ഇനിയിപ്പോൾ ഈ വളവ് വിളിക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. വാവ്, എന്ത് അടിപൊളി ബ്രേക്കിംഗ് ആണെന്ന് നോക്കി. പിന്നെ ജസ്റ്റ് ഹാൻഡ്ലിംഗ് കൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ESC ഒക്കെ പക്കയാണ്. ആ ടോർക്ക് വെക്ടറിംഗ് ഒക്കെ കൃത്യമായിട്ട് അവൻ പിടിച്ച് നിൽക്കുന്നുണ്ട്. സസ്പെൻഷൻ്റെ ക്വാളിറ്റിയും ആ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെ മികവും കണ്ടോ നമ്മൾ എത്ര മാത്രം അടിപൊളിയായിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശരിക്കും വണ്ടി ഒരു വെപ്പി കാർ എന്നുള്ളത് ബ്രേക്ക് ടെസ്റ്റ് ആണെങ്കിലും എത്ര ഇറഗുലർ സർഫസ് ആണെങ്കിലും വാവ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഒന്നുകൂടെ ഞാൻ ബ്രേക്ക് പിടിച്ച് കാണിച്ചു തരാം, നോക്കണേ. പിന്നെ നമ്മൾ പറഞ്ഞ ഫീച്ചർ റിച്ച് യാത്രാസുഖമുണ്ട്, ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വളരെ നല്ല പ്രൊഡക്റ്റ് ആട്ടോ ടിയാഗോ എന്ന് പറയുന്നത്. ഐ എം എ ഹ്യൂജ് ഫാൻ. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ സാധനത്തിലേക്ക് പോകും. 3 ഓപ്ഷൻ ഉണ്ട്. പെട്രോൾ ഉണ്ട്, CNG ഉണ്ട്, EV ഉണ്ട്. ഐ പേഴ്സണലി പ്രിഫർ EV. അതായത് നമ്മൾ നല്ല വണ്ടികൾ ഓടിച്ച് പഠിക്കണം. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ, ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ഇറ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർ സെല് ചെയ്യുന്ന ബ്രാൻഡാണ്. ആ ബ്രാൻഡിൻ്റെ വണ്ടി ആയിട്ട് ഞാൻ ഇടയ്ക്ക് പാലായിൽ നിന്ന് വീട് വരെ പോകും. അതുപോലെ തന്നെ ഈ വണ്ടിയായിട്ടും പോകും. ഇത് ഉള്ളപ്പോൾ ഇവൻ്റെ ഒരു യാത്രാസുഖം ഉണ്ടല്ലോ, ആ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അത് മറ്റേ വണ്ടി ഓഫർ ചെയ്യത്തില്ല. നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ കുറച്ച് റഫായിട്ടുള്ള ഇറഗുലർ നമ്മുടെ നാട്ടിലെ റോഡിൽ കൂടെ ഒന്ന് ഓടിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടാറ്റയുടെ വെഹിക്കിൾസിൻ്റെ ഞാൻ എല്ലാ വണ്ടിയും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടില്ല. കുറച്ച് പ്രൊഡക്ട്സുകൾ ഞാൻ എടുത്ത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. അതുപോലെ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുന്നവരുടെ അടുത്തും റെക്കമെൻഡ് ചെയ്യുന്നൊരു വെഹിക്കിളാണ്. 10 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ ഗോ ഫോർ ടിയാഗോ EV. പെട്രോളും CNG അല്ല, ഗോ ഫോർ EV. ദിസ് ഈസ് ദ ഫ്യൂച്ചർ. അതുപോലെ രസമാണ് ഓടിക്കാൻ, അതുപോലെ യാത്രാസുഖമുണ്ട്, കൺവീനിയൻ്റ് ആണ്, വളരെയധികം എഫിഷ്യൻ്റ് ആണ്. നമുക്ക് 1 കിലോമീറ്റർ ഓടാൻ 1 രൂപയൊക്കെ വരത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മറ്റേ വണ്ടി ഇപ്പോൾ റീസെയിൽ വാല്യൂ ഇല്ലെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോർമൽ സിനാരിയോയിൽ ഒരു വണ്ടി മേടിച്ചു, 10 ലക്ഷം രൂപയുടെ വണ്ടിയാണെന്ന് ഓർത്താം. 1 ലക്ഷം കിലോമീറ്റർ ഓടാൻ 10 ലക്ഷം രൂപയുടെ ചിലവ് വരും. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ടോട്ടൽ കോസ്റ്റ് 20 ലക്ഷം രൂപയായി. ഈ വണ്ടി നമ്മളെടുത്തു 10 ലക്ഷം രൂപ, സെയിം വണ്ടിയാണെന്ന് എടുത്തോ, 10 ലക്ഷം രൂപ എടുത്തു, 1 ലക്ഷം കിലോമീറ്റർ ഓടാൻ 2 ലക്ഷം രൂപ കൂട്ടിക്കുക, 2 രൂപ വെച്ച് കൂട്ടിക്കുക മാക്സിമം. അപ്പോൾ 2 ലക്ഷം രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം വരുന്നത് എത്രയാണ്? 12 ലക്ഷം.
മറ്റേ വണ്ടി വിൽക്കുമ്പോൾ നിങ്ങൾക്ക് 8 ലക്ഷം രൂപ റീസെയിൽ വാല്യൂ കിട്ടിയെന്ന് ഓർത്തോ. 8 ലക്ഷം രൂപ കിട്ടിയാൽ പോലും ഈ വണ്ടിക്ക് ഒരു 2 ലക്ഷം 3 ലക്ഷം കിട്ടിയാൽ പോലും ഇതാണ് നമുക്ക് ഈ പറയുന്ന പോലെ 2-3 ലക്ഷം രൂപ ലാഭം. അത് മാത്രമല്ല ഇതിനകത്ത് നമ്മളൊരു കാര്യം കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. റേഞ്ച് നമുക്ക് ഈ പറഞ്ഞ റേഞ്ച് കിട്ടുന്നുണ്ട്, ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല. കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. അതായത് ഇത് ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് തരുന്നത്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 10 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന പെട്രോൾ വണ്ടി ഈ EV ആ സെയിം ഫീച്ചേഴ്സും ആ ഒരു സെയിം കൺവീനിയൻസും നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഒരു 25 ലക്ഷം രൂപയാണെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. പക്ഷേ സെയിം പ്രൈസ് വരുമ്പോൾ സെയിം ടെക്നോളജി വരുമ്പോൾ ദിസ് ഈസ് എ മച്ച് ബെറ്റർ ടെക്നോളജി. എൻ്റെ അടുത്ത് 15 ലക്ഷം രൂപ വന്നിട്ട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നെങ്കിൽ 5 EV എടുക്കത്തുള്ളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് 10 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ടിയാഗോ EV എടുക്കത്തുള്ളൂ. പിന്നെ ഒരു 25 റേഞ്ച് എബോ എന്നൊക്കെ പറയുമ്പം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു 1 കോടി രൂപയ്ക്കാണെങ്കിൽ ഓഫ് കോഴ്സ് ഐ വിൽ ഗോ ഫോർ ദ സൂപ്പർ കാർസ് അല്ലെങ്കിൽ മറ്റേ M340 അങ്ങനത്തെ മോഡലുകളിലേക്ക് പോകും. അങ്ങനെ വരുന്ന സമയത്ത് എന്തൂസിയാസ്റ്റിക് പെട്രോൾ എഞ്ചിനുകൾ ഇഷ്ടമാണ്, ഡീസൽ എഞ്ചിനുകൾ ഇഷ്ടമാണ്. അതല്ലാത്ത നോർമൽ യൂസ് കേസ് സിനാരിയോയിൽ പ്ലീസ് ഗോ ഫോർ ആൻ EV. നിങ്ങളത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് ഉപയോഗിച്ച് നോക്കിയിട്ട് കമൻറ്റ് ഇടുക. യു വിൽ താങ്ക് മീ ലേറ്റർ. അത്ര അടിപൊളി ടെക്നോളജിയാണ്. നമ്മൾ ഒന്ന് സുഖം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു വർക്കിലേക്കും പോകാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ പല ബ്രാൻഡ്സ് ലോങ് ടേമർ തരുമ്പോൾ പോലും നമ്മൾ EV പ്രിഫർ ചെയ്യത്തുള്ളൂ, EV യൂസ് ചെയ്യത്തുള്ളൂ. മറ്റേ വണ്ടികൾ കിട്ടിയാൽ നമ്മൾ ഷൂട്ട് ചെയ്യും, അവിടെ ഇടും. അതാണ് ചെയ്യുന്നൊരു സിനാരിയോ. ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കും. അതുപോലെ എഫിഷ്യൻ്റാണ്, അതുപോലെ സുഖമാണ്. അതായത് വളരെയധികം സുഖം. ഓവർടേക്കിംഗ് അടിപൊളിയാണ്, വളരെ സ്മൂത്താണ്, സൗണ്ട് ബഹളം ശബ്ദം ഒന്നുമില്ല. നമുക്ക് ടോർക്ക് വേണ്ട പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ടിയാഗോ EV. ഐ ഗ്യാരണ്ടി യു ദിസ് വിൽ ബി വൺ ഓഫ് യുവർ ബെസ്റ്റ് ഡിസിഷൻസ്. എനിക്കിവർ പൈസ എന്നിട്ട് പറയുന്നൊന്നുമല്ല, എനിക്ക് പേഴ്സണലി അത്രയും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. നമ്മുടെ ആൾക്കാർ നല്ല വണ്ടികൾ ഉപയോഗിച്ച് തുടങ്ങണം, നല്ല ടെക്നോളജീസ് യൂസ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ളത്. 5 EV ഈസ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ. അല്ലെങ്കിൽ ടിയാഗോ EV, ചെറിയ വണ്ടിയാണെങ്കിൽ ടിയാഗോ EV ചൂസ് ചെയ്യാം. അപ്പം ബാംഗ്ലൂരിൽ നിന്നാണ്. ഇപ്പോൾ തൻ്റെ അനിലിനും കൂടെ ഉണ്ട്, അവളാണ് ക്യാമറാമാൻ. ഇടയ്ക്ക് അവൾ വീഡിയോയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പുറകിൽ നമ്മുടെ ബാംഗ്ലൂർ ചങ്ക് ജൂബിനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ളത്. വേറെ ഞാൻ മിസ്സായിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ ട്രൈ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.